നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാനാവാതെ എഇഒ മടങ്ങി. വിവരങ്ങളുമായി ഇപ്പോൾ മേഘ മാധവൻ ചേരുന്നുണ്ട്. മേഘ, മലാപ്പറമ്പ് സ്കൂൾ പൂട്ടാനുള്ള നീക്കത്തിലായിരുന്നു എഇഒ അടക്കമുള്ളവർ എത്തിയത്. എന്നാൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ സ്കൂൾ പൂട്ടാനാവാതെ അവർ മടങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സോമി, വലിയ തരത്തിലുള്ള ജനകീയ പ്രതിഷേധമാണ് മലാപ്പറമ്പ് AUP സ്കൂളിന് മുൻപിൽ നടന്നത്. ഏകദേശം 10 മണിയോടെയാണ് വൻ പോലീസ് സന്നാഹത്തോടെ എഇഒ സ്കൂൾ പൂട്ടാൻ വേണ്ടി സ്കൂളിന്റെ പരിസരത്ത് എത്തിയത്. പക്ഷേ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് പോലും എഇഒക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രതിഷേധം സ്കൂൾ സംരക്ഷണ സമിതി, നാട്ടുകാർ, DYFI, SFI പ്രവർത്തകർ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് സ്കൂളിന് മുൻപിൽ നടന്നത്. പ്രതിഷേധത്തെ തുടർന്ന് സ്കൂൾ അടയ്ക്കാൻ സാധിക്കാതെ, കോടതി വിധി നടപ്പിലാക്കാൻ സാധിക്കാതെ എഇഒ കുസുമം മടങ്ങിയിരിക്കുകയാണ്. ഈ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് തനിക്ക് സ്കൂൾ അടയ്ക്കാൻ സാധിച്ചില്ല എന്ന വിവരം ഹൈക്കോടതിയെ ധരിപ്പിക്കും എന്ന് പറഞ്ഞാണ് എഇഒ കുസുമം സ്കൂളിന് മുൻപിൽ നിന്ന് മടങ്ങിയത്. ഏകദേശം 10 മണിയോടെയാണ് സംഭവം നടന്നത്. നേരത്തെ തന്നെ 27-നകം സ്കൂൾ അടച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ് ഇട്ടിരുന്നു. എന്നാൽ ആ ഉത്തരവ് ഇപ്പോൾ എഇഒക്ക് പാലിക്കാൻ സാധിച്ചില്ല. എഇഒ മടങ്ങിയിരിക്കുന്നു. മേഘമാധവനാണ് വിവരങ്ങൾ നൽകിയത്. 136 വർഷം ചരിത്രവും പാരമ്പര്യവുമുള്ള മലാപ്പറമ്പ് സ്കൂൾ നിലനിർത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉറപ്പു നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? മലാപ്പറമ്പ് സ്കൂളായി തന്നെ നിലനിർത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് നമ്മോട് പറഞ്ഞത്. ഇതിനായി നിയമപരമായ നടപടികളെല്ലാം തന്നെ എടുക്കും. നിയമമന്ത്രിയുമായും മുഖ്യമന്ത്രിയുമായും ആലോചിച്ചുകൊണ്ട്, നിയമകാര്യ സെക്രട്ടറിയുമായും ആലോചിച്ചുകൊണ്ട് തുടർ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടുകൂടി പൂർത്തിയാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കോടതിയെ സമീപിക്കുക ആവശ്യമാണെങ്കിൽ അതിലും നടപടിയെടുക്കും. ഇനി ഹൈക്കോടതി സ്കൂൾ പൊളിക്കാൻ ഉത്തരവിട്ട സാഹചര്യത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നതാണ് നിയമപരമായ മാർഗം. അത് തന്നെ വേണോ എന്ന കാര്യം നിയമകാര്യ സെക്രട്ടറിയും നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഒരു കാര്യം അദ്ദേഹം ഉറപ്പു നൽകുകയുണ്ടായി, മലാപ്പറമ്പ് സ്കൂളായി തന്നെ നിലനിർത്തുമെന്നും അവിടെ തുടർന്നും വിദ്യാഭ്യസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉറപ്പാക്കുമെന്നും അദ്ദേഹം നമ്മോട് വ്യക്തമാക്കുകയുണ്ടായി. സോമി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലാവ്ലിൻ കേസിൽ CBIയുടെ റിവിഷൻ ഹർജിയിൽ നേരത്തെ വാദം കേൾക്കാനാകില്ലെന്ന് ഹൈക്കോടതി. കേസിൽ കക്ഷി ചേരുന്ന ഹർജികളുടെ നിയമ സാധുത ആദ്യം പരിശോധിക്കുമെന്നും ഹൈക്കോടതി. UDF സർക്കാരിന്റെ വിവാദ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ നിയോഗിക്കപ്പെട്ട മന്ത്രിസഭാ ഉപസമിതി തിങ്കളാഴ്ച യോഗം ചേരും. ജനുവരി 1-ന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ കൈക്കൊണ്ട വിവാദ ഉത്തരവുകളാണ് ഉപസമിതി പരിശോധിക്കുക. വിവാദ തീരുമാനങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. നിയമം നടപ്പാക്കാനാണ് ശ്രമമെന്ന് സമിതി കൺവീനർ AK ബാലൻ പ്രതികരിച്ചു. കഴിഞ്ഞ സർക്കാർ അവസാനകാലത്ത് തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങൾ അഴിമതി ലക്ഷ്യമിട്ടാണെന്ന് വിമർശനമുയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജനുവരി 1-ന് ശേഷമുള്ള സർക്കാർ തീരുമാനങ്ങൾ പരിശോധിക്കാൻ ഇന്നലെ ചേർന്ന ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഇതിനായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെ ആദ്യ യോഗം തിങ്കളാഴ്ച ചേരും. പ്രതികാര നടപടി സ്വീകരിക്കില്ലെന്നും എന്നാൽ നിയമം നടപ്പാക്കുമെന്നും സമിതി കൺവീനർ AK ബാലൻ പറഞ്ഞു. ഭരണകക്ഷിയായാലും ശരി, പ്രതിപക്ഷത്തായാലും ശരി, അഴിമതിക്കാരാണോ നേതൃത്വം കൊടുക്കുന്നത്, ആരാണോ അഴിമതി നടത്തുന്നത്, അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിയമപരമായി ശിക്ഷിക്കുക. അല്ലാതെ ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ നിന്നുള്ള ശിക്ഷയല്ല. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അതാണ് ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. പിന്നെ ചെയ്യേണ്ടത് കോടതികളാണ്. അപ്പം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രക്രിയയിൽ ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ നോക്കില്ല. അവസാന 4 മന്ത്രിസഭാ യോഗങ്ങളിൽ വൻതോതിൽ നടത്തിയ ഭൂമിദാന ഉത്തരവുകളിൽ ചിലത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുൾപ്പെടെയുള്ള മുഴുവൻ തീരുമാനങ്ങളും സമിതി പരിശോധിക്കും. AK ബാലന് പുറമെ മന്ത്രിമാരായ TM തോമസ് ഐസക്, മാത്യു T തോമസ്, VS സുനിൽകുമാർ, AK ശശീന്ദ്രൻ, കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഉപസമിതി അംഗങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന ഭൂമി ഇടപാടുകൾ പരിശോധിക്കുമെന്ന് റവന്യൂ മന്ത്രി E. ചന്ദ്രശേഖരൻ. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് പ്രഥമ പരിഗണന നൽകുമെന്നും അദ്ദേഹം പീപ്പിളിനോട് പറഞ്ഞു. സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയൊക്കെ ഇന്നലെ കണ്ടിരുന്നു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അവരുടെ യോഗം വിളിച്ചു. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു. നാളെ കാലത്ത് CM വിളിച്ചു ചേർത്തൊരു യോഗമുണ്ട്. മഴക്കാലപൂർവ്വ രോഗങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള യോഗമാണ്. അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളെല്ലാം ഉൾപ്പെടുന്ന യോഗമാണ്. ആ യോഗം രാവിലെ 11 മണിക്കും അതിനുശേഷം 2:30-ക്ക് റവന്യൂവിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു.
റവന്യൂ വകുപ്പിൻ്റെ ഇപ്പോഴത്തെ നിജസ്ഥിതി മനസ്സിലാക്കാനാണ് നാളത്തെ യോഗം. ഇപ്പോൾ എന്താണ് അവിടെ ഇരിക്കുന്നത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതിൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കാനാണ് നാളത്തെ യോഗം. നാളത്തെ യോഗത്തിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയും. 2016 ജനുവരി മാസം 1-ാം തീയതി മുതൽ കഴിഞ്ഞ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരിശോധിക്കാൻ ഒരു സബ് കമ്മിറ്റി വെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ അവസാന തീരുമാനങ്ങൾ 800 തീരുമാനങ്ങൾ എടുത്ത് ഉൾപ്പെടെ അതിൽപ്പെടും. അത് ശരിയേത് തെറ്റേത് നിർണ്ണയിക്കാൻ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം സാധ്യമാകും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മെയ് 25 തിരക്കിട്ട ദിവസമായിരുന്നു. പക്ഷേ വലിയ തിരക്കിലും ഒരു കാര്യത്തിന് അദ്ദേഹം സമയം കണ്ടെത്തി: കൈരളി TV ആസ്ഥാനത്തെത്താൻ. പിണറായി വിജയന്റെ ദിവസം തുടങ്ങിയത് രാവിലെ 9 മണിക്ക് ഗവർണറെ കണ്ടുകൊണ്ട്. 10 മണിക്ക് LDF യോഗത്തിനെത്തി. യോഗം തീർന്നപാടെ എത്തിയത് കൈരളി ആസ്ഥാനത്ത്. നിയുക്ത മുഖ്യമന്ത്രിയാകുന്ന ആ മണിക്കൂറുകളിൽ അദ്ദേഹം സന്ദർശിച്ച ഒരേയൊരു സ്ഥാപനം കൈരളിയായി. ആ വികാരം കേരളത്തിന്റെ പുതിയ നായകൻ ഇങ്ങനെ വാക്കുകളിൽ പകർത്തി: കൈരളിയുടെ സന്തോഷം എനിക്കും ഉണ്ടാകുന്ന സന്തോഷമാണ്, എനിക്കുണ്ടാകുന്ന സന്തോഷം കൈരളിക്കും സന്തോഷമാണെന്ന് തന്നെയാണല്ലോ പ്രതീക്ഷിക്കുന്നത്. കൈരളി ചെയർമാൻ കൂടിയായ മഹാനടൻ ഭരത് മമ്മൂട്ടി അതൊരു പിറന്നാളാഘോഷ വേളയുമാക്കി. സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനം നമുക്ക് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു വെടിക്ക് ഒരു 3-4 പക്ഷികളെ നമ്മളിവിടെ ഒഴിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ആഘോഷത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തോട് തന്നെ കേക്ക് മുറിക്കാൻ പറയും. അപ്പം അത് കൈരളി കുടുംബത്തിന്റെ ആഹ്ലാദവും ആശംസകളും MD ജോൺ ബ്രിട്ടാസും പങ്കുവച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധി എന്നുള്ളത് കൈരളി കുടുംബത്തിന്റെ കൂടി ഒരു വിജയമായിട്ടും സന്തോഷമായിട്ടും ഞങ്ങൾ കാണുന്നു. വളരെ തിരക്ക് പിടിച്ച ഒരു സമയമായിട്ട് പോലും അദ്ദേഹം കൈരളി കുടുംബാംഗങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ വന്നതിൽ അദ്ദേഹത്തോട് നന്ദി ഞാൻ പറയുന്നു, കടപ്പാട് അറിയിക്കുന്നു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് നിയുക്ത മുഖ്യമന്ത്രിയെ വരവേറ്റത്. നടൻ ദിലീപും സന്നിഹിതനായിരുന്നു. തിരക്കിട്ട പകലിലെ 3/4 മണിക്കൂർ കൈരളി ടവേഴ്സിൽ ചെലവിട്ട പിണറായി വിജയൻ കൈരളിക്ക് ഒരാഹ്വാനം കൂടി നൽകിയാണ് യാത്രയായത്. ഒരു പരസ്പര ബന്ധമാണ് നാം തമ്മിലുള്ളത്. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനം നാടിനു വേണ്ടി കൈരളി നിർവഹിക്കുന്ന സേവനവുമാണ്. അത് തുടർന്ന് നല്ല രീതിയിൽ തന്നെ നിർവഹിക്കാൻ കൈരളിക്ക് കഴിയട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 14-അംഗ ഓൺലൈൻ പെൺവാണിഭ സംഘം പോലീസ് പിടിയിൽ. 10 പുരുഷന്മാരും 4 സ്ത്രീകളുമാണ് ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ഭാഗമായുള്ള പരിശോധനയിൽ പിടിയിലായത്. സംഘത്തിൽ ഒരു വിദേശ സ്ത്രീയുമുണ്ട്. 8 പെൺകുട്ടികളെ സംഘത്തിൽ നിന്ന് രക്ഷിക്കാനായതായി പോലീസ് പറയുന്നു. ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ ഭാഗമായിട്ടാണ് റെയ്ഡ് നടന്നത്. റെയ്ഡിൽ 4 സ്ത്രീകളും ഇടപാടുകാരായ 10 പുരുഷന്മാരും പിടിയിലായി. ഇതിൽ ഒരു ശ്രീലങ്കൻ യുവതിയും ഉൾപ്പെട്ടിട്ടുണ്ട്. വിവിധ ഓൺലൈൻ സൈറ്റുകളിലൂടെ മൊബൈൽ നമ്പർ നൽകിയ ശേഷം ഇടപാടുകാരെ വശത്താക്കുകയായിരുന്നു പെൺവാണിഭ സംഘത്തിന്റെ രീതി. തിരുവനന്തപുരം സ്വദേശി സീമയാണ് പെൺവാണിഭ സംഘത്തിന്റെ മുഖ്യ കണ്ണി. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നാണ് പെൺവാണിഭ സംഘത്തെ ഓപ്പറേഷൻ ബിഗ് ഡാഡി സംഘം പിടികൂടിയത്. പിടിയിലായവരെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കണ്ണൂർ കണ്ണോത്തുംചാലിൽ CPIM ബ്രാഞ്ച് ഓഫീസ് ബോംബെറിഞ്ഞ് തകർത്തു. ഓഫീസിന്റെ ജനൽ ചില്ലകളും ചുവരും ബോംബേറിൽ തകർന്നിട്ടുണ്ട്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ സംഭവസ്ഥലം സന്ദർശിച്ചു. ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM ആരോപിച്ചു.